ഈ നെന്മാറ നമ്മളെ ഒരുപാട് ഞെട്ടിപ്പിച്ച ഒരു ഇരട്ട കൊലപാതക കേസാണ് നെന്മാറയിലേത്. ഈ കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ചയോടെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള നടപടികൾ തുടങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് പ്രതിയെ ഇന്നലെ ആളത്തൂർ സബ് ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഷംന, സുരക്ഷ ഇയാൾ നമുക്കറിയാം സമൂഹത്തിന്റെ വലിയ ഒരു വൈരാഗ്യം വാങ്ങിവെച്ച പ്രതിയാണ്. ഇയാൾക്ക് ചിലപ്പോൾ ഇയാളെയൊക്കെ സഹതടവുകാർ ആക്രമിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാകാം വിയ്യൂരിലേക്ക് മാറ്റിയത്. കുറച്ചുകൂടെ സുരക്ഷയുള്ള ജയിലാണ്. മറ്റെന്തൊക്കെയാണ് പോലീസിന്റെ നടപടികൾ? രഞ്ജിത്ത്, അല്പസമയത്തിനകം തന്നെ ഈ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകും. തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. തുടർന്ന് ഈ തെളിവെടുപ്പ്, അതുപോലെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഈ നാട്ടുകാരുടെ ഒരു രോഷം തന്നെയായിരിക്കും. കാരണം ഈ പ്രതിയെ പിടിച്ചപ്പോഴും അതിനു മുൻപും ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ രോഷപ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ലാത്തി ചാർജിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ പോലീസിനെതിരെ കൂടി നാട്ടുകാരുടെ ഒരു രോഷം നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ രഹസ്യമായ നീക്കങ്ങളായിരിക്കും പോലീസ് ആസൂത്രണം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ നാട്ടുകാരുടെ രോഷം അടങ്ങിയതിനു ശേഷം മതി മറ്റ് നടപടികൾ, അതായത് തെളിവെടുപ്പ്, കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികൾ. ഈ നാട്ടുകാരുടെ രോഷമൊന്നും അടങ്ങിയതിനു ശേഷം മതി എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ സുധാകരന്റെ മക്കൾക്ക് അത് CPM പാർട്ടി അത് സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ മക്കൾ തീർത്തും അനാഥരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സുധാകരന്റെ മകൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിൽ ജോലി അടക്കം ഉറപ്പുവരുത്തുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിക്കെതിരെയുള്ള ഒരു രോഷം, അല്ലെങ്കിൽ പ്രതിയെ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്ന തരത്തിലാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പ്രതിയുടെ സുരക്ഷ അത് കണക്കിലെടുത്താണ് ഇന്നലെ വിയ്യൂരിലേക്ക് മാറ്റിയത്. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്കാണ് മാറ്റിയത്. ഒപ്പം തന്നെ ഈ പ്രതിയെ കൊണ്ടുപോയത് വളരെ വലിയ ഒരു സുരക്ഷയോടുകൂടി, അല്ലെങ്കിൽ ഒരുപാട് പോലീസുകാർ ചേർന്ന് കൃത്യമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇന്നലെ പ്രതിയെ ജയിൽ മാറ്റിയത്. ഇനി ഈ തെളിവെടുപ്പിനടക്കം പ്രതിയെ എത്തിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും നാട്ടുകാരുടെ ഇടപെടൽ എന്നത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്തായാലും ഈ കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത്. കാരണം ഈ പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. പല ഘട്ടങ്ങളിലായി പ്രതി മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നൊരു വിവരമുണ്ടായിരുന്നു. പക്ഷെ അതിലോട്ട് തൽക്കാലം കടന്നിട്ടില്ല. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും അല്ലെങ്കിൽ പങ്കുവെക്കുന്നത്. ഏതായാലും വിയ്യൂർ ജയിലിൽ അയാളേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്.